EK നായനാർ അത്രയും നല്ല നേതാക്കന്മാർ ലോകത്തിലില്ല എന്ന് വേണം പറയാൻ. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. EK നായനാർ, PS അച്യുതാനന്ദൻ. രണ്ടും തുല്യ ശക്തികളാണ്. രണ്ടിനും കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. പരിപാടികൾക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ വന്നിട്ടുണ്ട്, അടിമാലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നാലാക്കര താമസിക്കുന്നു. അപ്പോൾ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അതെ, ഒന്ന് കണ്ടിട്ട് പോവാം. എനിക്ക് ലോട്ടറി വിൽപ്പനയാണ്. നല്ലൊരു സഖാവാണ്. ഞങ്ങൾ നല്ല പ്രവർത്തനമുള്ള സഖാവ്. വിജയസഖാവിനെ പോലെയല്ല, ഞങ്ങളുടെ മാവനാണ്. അച്ചുമാവൻ എന്നാണ് ഞങ്ങൾ വിളിക്കപ്പെടുന്നത്. അച്ചുമാവൻ ഇത്രയും ദിവസം ആയുസ് കൊടുത്ത് നല്ല ചിരിക്കുന്ന മുഖമാണ്. ചിരിക്കുന്ന മുഖം, ആ ചിരിക്കാണ് ഒരു പല്ല് പോലും തേഞ്ഞിട്ടില്ല. നല്ല ചിരിവുള്ള ഒരാളാണ്. ദീർഘായുസ് കൊടുത്തത് കൊണ്ടാണ്. നല്ല ഒരു പണ്ഡിതനായ ആളാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് കേരളത്തിലുള്ള വ്യക്തികൾക്ക് നല്ല കിട്ടൂല. നമ്മളെ വിജയ സഖാവിനെ പോലെ അച്ചുമാമൻ ആര് കണ്ടാലും അച്ചുമാമൻ കിട്ടിയില്ല. ഇനി പാർട്ടിയിലില്ല. അച്ചുമാമനെ പോലെ ഒരു വ്യക്തി, ഒരു നേതാവില്ല. നമ്മളെ 10 വർഷം നമ്മളെ ഈ സഖാവ് ഭരിച്ചെങ്കിലും വളരെ ദുർബലമായിട്ടുള്ള പാർട്ടിക്കാർ മോശം, നമ്മളെ അണികൾ മോശം. അങ്ങനെയാണ് ഈ പാർട്ടിക്കുള്ള ഇടിവുണ്ടാകുന്നത്. അച്ചുമാമൻ ഇടിവുള്ള ആളല്ല. ഞാൻ കാട്ടാക്കടയിൽ നിന്ന് വരുന്ന ആളാണ്. കിള്ളി വലിയ ഇഷ്ടമായിരുന്നു VS. ഞങ്ങൾ സമ്പത്തിൻ്റെ അച്ഛൻ്റെ കാലത്ത് ഞങ്ങൾ കണ്ടും കേട്ടുമൊക്കെ ഉള്ള ആളുകളാണ്. 75 വയസ്സോളമായി. സമ്പത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തി, അനിരുദ്ധൻ സഖാവ്. നല്ല സഖാക്കളാണ് അവരൊക്കെ. ഇന്നത്തെ സഖാക്കളെ പോലെ അല്ല, നല്ല സഖാക്കളാണ്. അടിമാലിയിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് വന്നതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്ന മനുഷ്യരാണ്. ഞാൻ എങ്ങനെ വന്നു ഇവിടെ പറ്റി? ദിനേശ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ഞാൻ സൈനികനാണ്, ഡ്യൂട്ടിയിലായി പോയി. അതല്ലെങ്കിൽ VSനെ ഒരു നോക്ക് കാണാൻ ഞാൻ ഓടി എത്തുമായിരുന്നു. അത് കെടാതെ സൂക്ഷിച്ചാൽ മതിയാവും. VSനുള്ള ഏറ്റവും വലിയ ഓരോ സഖാക്കൾക്കും അവരുടെ എന്താ പറയുക, സംഘടനാ പ്രവർത്തനമാവട്ടെ മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കാവട്ടെ ഒരു പ്രചോദനമാണ് VS എന്ന് പറയുന്നത്. ഞാൻ മലപ്പുറത്താണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് എത്തിയിരുന്നായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളൊക്കെ ഈ ഒരു രാഷ്ട്രീയ സംഘടന, ഇപ്പോൾ ട്രാൻസ് വ്യക്തികൾ എന്ന് പറയുന്ന സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് കുറച്ചായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് അറിയുന്ന സമരനായകരിൽ ഒരാളാണ് VS എന്ന് പറയുന്നത്. പകരം വയ്ക്കാനില്ലാത്തൊരു നേതാവാണ്. അതാണ് VSനെ കുറിച്ച് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ആ വിടവെന്നും അത് നികത്താൻ ഒരാളിനി ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ആ വിടവെന്നും അങ്ങനെ തന്നെ നിൽക്കും. സമരനായകന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒക്കെ കൊണ്ടുവന്ന ആളാണ്. മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴും നല്ല പ്രവർത്തനമായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ. പിന്നെ പാവങ്ങളുടെ ഒരു പടസ്ഥലം എന്നുള്ള ഇതിലേക്ക് ഏറ്റവും യോജിച്ച ആളാണ്. പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി, മറ്റേ മൂന്നാറിൽ അനധികൃത കുടിയേറ്റം ഈ പ്രായകാലത്തും എഴുതിയതിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്ത ആളാണ്. VSനെ PR കൂടുതൽ പോരാട്ടങ്ങൾ